വെൽക്കം ബാക്ക് ഗായ്സ്. ഈ വീഡിയോ എങ്ങനെ കാമായിട്ട് ചെയ്യാമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഇത്തിരി അൺഫിൽറ്റേഡ് ആയിരിക്കാം. നല്ല തൊലിഞ്ഞ കളിയായിരുന്നു. കളി കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇനിയിപ്പോൾ ഇൻ കേസ് കളി കാണാത്ത ചില ആൾക്കാരുണ്ടാവാം. അവർ ചിലപ്പോൾ ഹൈലൈറ്റ്സ് കണ്ടിട്ട് പറയും ആ റെഡ് കാർഡ് കിട്ടിയതുകൊണ്ടാണ്, ആ റെഡ് കാർഡ് അൺഫെയർ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ആ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പുള്ള കളി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ കണ്ടവർക്ക് അറിയാമായിരിക്കും, ഒരു 3-4 ഗോൾ ആ സമയത്ത് കയറണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ക്ലിനിക്കൽ ഫിനിഷേഴ്സ് ഉള്ള ടീമായിരുന്നെങ്കിൽ ആ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് ഒരു 3-4 ഗോൾ കയറിയാൽ അതുപോലെ ചാൻസുകളാണ് സ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഗോളൊന്നും പറയേണ്ട കാര്യമില്ല. വാൻഡവൻ ഒറ്റയ്ക്ക് ഓടി, നമ്മുടെ ഫുൾ ടീമിന് ഇടയ്ക്ക് കൂടെ അവൻ ഓടി അപ്പുറം ചെന്ന് നമ്മുടെ ബോക്സിൽ ചെന്ന് പാസ് കൊടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ. പിന്നെ ഗോളുകളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർക്ക് കിട്ടുന്ന അവർ അറ്റാക്ക് വരുന്ന സമയത്തൊക്കെ അവന്മാർ ഗോളടിക്കും എന്നുള്ള പോലെ അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനത്തെ ഒരു ഈ ടെൻഹാഗിന്റെ കോർപ്പറേറ്റ് ടാക്ടിക്സ് ആണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം. ഈ കൊല്ലം എങ്ങനെ മാറുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമ്മൾ ഇത് സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ഇത് ആദ്യമായിട്ടല്ല, വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ഇനി ഭാവിയിലാണെങ്കിൽ ഇതുപോലെ ഹ്യൂമിലിയേഷൻസ് ഉണ്ടാവും. ആ കാര്യം ഗ്യാരണ്ടീഡ് ആണ്. ഒരു തവണ നമുക്ക് ക്ഷമിക്കാം, 2 തവണ ക്ഷമിക്കാം, 3 തവണ ക്ഷമിക്കുക, അതൊന്നുമല്ല, അതിൽ കൂടുതൽ തവണയായി. ഈ കൊല്ലം തന്നെ ഹോമിൽ ലിവർപൂളിനെതിരെ 3-0, ടോട്ടനത്തിനെതിരെ 3-0. ഇനിയിപ്പോൾ ഇയാളെ പിടിച്ചു നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. എനിക്കറിയാം ഒത്തിരി ആൾക്കാർ എസ്പെഷ്യലി FA കപ്പ് വിന്നിന് ശേഷം ഇങ്ങേരെ ഇവിടെ നിർത്തണം അല്ലെങ്കിൽ ഇങ്ങേർക്ക് ചാൻസ് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിർത്തണ്ട എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു എൻ്റെത്. പക്ഷേ അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കേണ്ടത് ഇനിയോസ് അല്ലെങ്കിൽ ബോർഡിനായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ഇങ്ങനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്കൊക്കെ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ള കാര്യം ഒന്ന് കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ വളരെ വലിയ സന്തോഷമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇത് ഒരു ചാൻസ് കൊടുത്തത് നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനെ സമ്മറിൽ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അപ്പോഴും ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതിനെ 2 സീസണിൽ 2 ട്രോഫി അടിച്ച മാനേജർ അല്ലെങ്കിൽ ലെജൻഡറി മാനേജറെയാണ്, അല്ലെങ്കിൽ ലെജൻഡറി മാനേജർ ആവേണ്ട ഒരാളെയാണ് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ യാതൊരു എക്സ്ക്യൂസും പറയാനില്ല. ഇങ്ങേരുടെ അണ്ടറിൽ ഇതുപോലുള്ള ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഡിഫീറ്റുകൾ ഉണ്ടാവും. അത് ഇങ്ങേരുടെ ഈ ഒരു കോപ്പിലെ ടാക്ടിക്സ് കൊണ്ട് തന്നെയാണ്. കാരണം ഇയാളുടെ ഈ കയോസ് ബോൾ അല്ലെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി അഴിച്ചു വിട്ടിട്ടുള്ള ഈ ഒരു ടാക്ടിക്കൽ ഫുട്ബോൾ, അത് ലിവർപൂളിനെതിരെ നമ്മൾ കണ്ടതാണ്, ഈ ഒരു മത്സരത്തിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ബ്രൻഫോർഡിനെതിരെയൊക്കെ 4-0 നമ്മൾ തോറ്റിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ബോൺമൗത്തിനെതിരെ നമ്മൾ ഹോമിൽ ഇതുപോലെ 3-0 തോറ്റിട്ടുണ്ട്. 20 മത്സരങ്ങൾ നമ്മൾ പ്രീമിയർ ലീഗിൽ ലാസ്റ്റ് 20 മത്സരങ്ങളിൽ നമ്മൾ 6 കളികളെ ജയിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സീസണിൽ നമ്മൾ 6 മത്സരങ്ങളിൽ 7 പോയിന്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനൊക്കെ എന്താണ് ന്യായീകരണം പറയാനുള്ളത് എന്നും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ എവിടെയാണ്, നമ്മുടെ ഗോൾ ഡിഫറൻസ് എവിടെയാണ്, കഴിഞ്ഞ 3 സീസണുകളിൽ ഇദ്ദേഹം വന്നതിന് ശേഷമുള്ള നമ്മുടെ ഗോൾ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിർത്തണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഞാനാണ് ഈ പറയുന്ന പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബോർഡിലിരിക്കണമെങ്കിൽ ഞാൻ കട്ടായം പറയും ഇങ്ങനെ ഈ സ്പോട്ടിൽ സാക്ക് ചെയ്യാന്നുള്ള കാര്യം പറയും. പക്ഷെ എനിക്കറിയില്ല, ഇവർ സാക്ക് ചെയ്യാൻ സാധ്യത തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന പോലെ സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയും. അതുപോലെ തന്നെ ഗീവ് ഹിം ടൈം എന്ന് പറയുന്ന ടോപ്പ് റട്സ് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വലിയ യൂട്യൂബ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴും പ്ലേയേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലേയേഴ്സ് അവർ എഫേർട്ട് ഇടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ ഒത്തിരി പേര് അവർ പരമാവധി അവരുടെ എഫേർട്ടൊക്കെ ഇട്ടിരുന്നു. ഇനിയിപ്പോൾ റെഡ് കാർഡിൻ്റെ കാര്യം വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് ശരിക്കും റെഡ് അല്ല, ഒരു യെല്ലോ ആണ്. യെല്ലോ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത്ര വലിയ ഹാർഷായിട്ടുള്ള സംഭവമൊന്നും അല്ലായിരുന്നു. കമൻട്രിയിലും പറഞ്ഞ കേട്ടതാണ് അത് യെല്ലോ കിട്ടേണ്ട കാര്യമുള്ളൂ എന്നുള്ള കാര്യം. പക്ഷേ റെഡിലേക്ക് പോയി. അതെന്ത് വേണമെങ്കിലും ആവട്ടെ. പക്ഷെ അതിന് മുമ്പാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 3-4 ഗോളുകളൊക്കെ വരേണ്ട ഒരു സാഹചര്യമായിരുന്നു അതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഓവറോൾ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ 1-2 പേരെ മാത്രമേ എന്തെങ്കിലും നന്നായിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ വളരെ വളരെ മോശമായിരുന്നു. പിന്നെ പ്രത്യേകം മെൻഷൻ ചെയ്യാനാണ് ഡിലിറ്റ് ഇന്നലെ വളരെ എറാറ്റിക്കായിരുന്നു. പലപ്പോഴും അവനാണ് ഓടി വന്ന് പ്രസ് ചെയ്യുന്നതാണ്. കാരണം ഒപ്പോസിഷൻ എന്താ പറയുക, ഹാഫിൽ ചെന്ന് അവൻ പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ തന്നെ പോയി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ലാതെ കുറേ സ്ഥലത്തേക്കൊക്കെ പുള്ളി ഓടുന്നുണ്ട്. ഭയങ്കര എറാറ്റിക്കായിരുന്നു. അത് ടെൻഹാഗ് പറഞ്ഞിട്ടാണോ എന്നുള്ള കാര്യം അറിയില്ല, അങ്ങനെ ഒരു പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടാണോ എന്നറിയില്ല. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ബെറ്ററായിട്ട് കളിച്ചത് മസ്റാവി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒനാന സെക്കൻഡ് ഗോൾ ഒനാനയ്ക്ക് സേവ് ആയിരുന്നു തന്നെയാണ് തോന്നിയത്. പക്ഷേ ഒനാനയുടെ ചില നല്ല സേവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ അധികം നാളെ പിടിച്ചു നിർത്തിയിട്ട് വലിയ കാര്യമൊന്നും തോന്നണില്ല. മൊട്ട മസ്റ്റ് ഗോ.
എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. സോ വാട്ട്സ് യുവർ തോട്ട്സ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട്. എനിക്ക് ഈ പനിയായിട്ട് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Until next time, take care.